ഹായ് ഗൈസ്, വെൽക്കം ടു വീല്. നിലാവുള്ള രാത്രികളിൽ നമ്മുടെ ഭൂമിയിൽ വെളിച്ചം വീശുന്ന കുട്ടികളെ കഥകളും കാഴ്ചകളും കാണിച്ചുറക്കുന്ന നമ്മുടെ അമ്പിളി മാമൻ അവിടെ ഇല്ലായിരുന്നുവെങ്കിലെന്ന് ഇന്ന് ചിന്തിക്കുക തന്നെ നമ്മളിൽ പലർക്കും ബുദ്ധിമുട്ടാണ്. ഏകദേശം 450 കോടി വർഷങ്ങൾക്ക് മുമ്പ് സൂര്യനെ വലം വെച്ചുകൊണ്ടിരുന്ന ചൊവ്വ എന്ന ഗ്രഹത്തിന്റെ അത്രയും വലുപ്പമുണ്ടായിരുന്ന തിയ എന്ന മറ്റൊരു ഗ്രഹവുമായി ഭൂമി കൂട്ടിയിടിക്കുകയുണ്ടായി. ആ ഇടിയുടെ ബലമായി അന്ന് നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കുന്നതിനും അപ്പുറം ഊർജം പുറത്തു വരികയും തിയ എന്ന ഗ്രഹം പൂർണ്ണമായും ഭൂമിയുടെ ക്രസ്റ്റിന്റെ ഒരു ഭാഗം ഭാഗികമായും വയപ്രൈസ് ചെയ്യപ്പെട്ടു പോവുകയുണ്ടായി. അങ്ങനെ ഈ ഒരു ഇടിയെ തുടർന്ന് ചിന്നിച്ചിതറിയ അവശിഷ്ടങ്ങൾ ആയിരക്കണക്കിന് ഡിഗ്രി താപനിലയിൽ തീ കൊണ്ട് തീർത്ത ഒരു സ്വർണത്തിന്റെ മോതിരം പോലെ ഭൂമി വലയം വെക്കുവാനായിട്ട് ആരംഭിച്ചു. ഇതിനെയാണ് നാം ഇന്ന് ലൂണ സിനിസ്റ്റി എന്ന് വിളിക്കുന്നത്. പിന്നീട് കോടിക്കണക്കിന് വർഷങ്ങൾ കടന്നു പോവുകയും ചിന്നിച്ചിതറി കടന്ന ഇവ ഗുരുത്വാകർഷണം മൂലം ഒന്നു ചേരുകയും ഭൂമി വലം വയ്ക്കുന്ന പുതിയൊരു ആകാശഗോളം പിറവിയെടുക്കുകയും ചെയ്തു. ചന്ദ്രന്റെ പിറവിയുടെ ആദ്യകാലങ്ങളിൽ ജിയോളജിക്കലി ആക്റ്റീവ് ആയിരുന്നതിനാൽ തന്നെ നിരന്തരമായ ലാവ പ്രവാഹങ്ങൾ ഉണ്ടാവുകയും മരിയ എന്നറിയപ്പെടുന്ന ഇരുണ്ട സമതലങ്ങൾ രൂപം കൊള്ളുകയും ചെയ്തു. ലേറ്റ് ഹെവി ബോംബാർഡ്മെന്റ് പീരീഡ് എന്നറിയപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ബാക്കി വന്ന അവശിഷ്ടങ്ങൾ നിരന്തരമായി ചന്ദ്രനിൽ വന്ന് പതിക്കുകയും ഇന്ന് നാം കാണുന്ന തരത്തിലുള്ള ക്രേറ്ററുകൾ ചന്ദ്രനിൽ രൂപം കൊള്ളുകയും ചെയ്തു. ആദ്യകാലങ്ങളിൽ ചന്ദ്രൻ ഇന്ന് നാം കാണുന്നത് പോലെ ഭൂമിയിൽ നിന്നും ഇത്രയും ദൂരത്തായിരുന്നില്ല നിലയുറപ്പിച്ചിരുന്നത്. അതിൻ്റെ വെറും 15ൽ 1 മടങ്ങ് അകലത്തിൽ മാത്രമായിരുന്നു. പിന്നീട് ഭൂമിയും ചന്ദ്രനും തമ്മിൽ നടന്ന ഇന്ററാക്ഷൻസിന്റെ ഫലമായി ഭൂമിയിൽ ടൈഡൽ ബൾജസ് രൂപപ്പെടുകയും അങ്ങനെ ഇവയ്ക്കിടയിലുണ്ടായ ടൈഡൽ ഫോഴ്സസിന്റെയും ഓർബിറ്റൽ എക്സ്പാൻഷന്റെയും ഫലമായി ചന്ദ്രൻ കുറെ കൂടി ദൂരത്തേക്ക് തള്ളി മാറ്റപ്പെടുകയുമായിരുന്നു. അതിന്റെ അനന്തര ഫലമായി ഭൂമിക്ക് ഊർജ്ജ നഷ്ടം സംഭവിക്കുകയും ഭൂമിയുടെ ഭ്രമണത്തിന്റെ വേഗത സാവധാനമായി മാറുകയും ചെയ്തു. ഇങ്ങനെയുള്ള നമ്മുടെ ചന്ദ്രനിലാണ് സൗരയൂഥത്തിൽ തന്നെ ഏറ്റവും തണുത്ത പ്രദേശങ്ങൾ കാണപ്പെടുന്നത്. അങ്ങ് അകലെയുള്ള പ്ലൂട്ടോയുടെ ഉപരിതലത്തിനേക്കാളും താപനില കുറവാണ് ചന്ദ്രനിലെ സൗത്ത് പോളിൽ കാണപ്പെടുന്ന പെർമനന്റ് ഷാഡോഡ് ക്രേറ്ററുകളിൽ അനുഭവപ്പെടുന്നത്. നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു സമയത്തു കൂടി വർഷത്തിൽ 3.8 സെന്റിമീറ്റർ എന്ന നിരക്കിൽ ചന്ദ്രൻ നമ്മളിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കൂടെ കാലം എത്ര കഴിഞ്ഞാലും ഒരിക്കലും ചന്ദ്രൻ ഭൂമി വിട്ടു പോവുകയുമില്ല. കോടിക്കണക്കിന് വർഷം ചന്ദ്രൻ അകന്നു പോയിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും. പക്ഷേ ആ കാലത്ത് അതിനെത്തിച്ചേരുവാൻ സാധിക്കുന്ന മാക്സിമം ദൂരമായ ടൈഡൽ ഇക്വിലിബ്രിയത്തിൽ അത് എത്തിച്ചേരുകയും പിന്നീടുള്ള കാലം മുഴുവൻ അവിടെ സ്ഥിരമായി സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്യും. പക്ഷെ അതിലേക്ക് എത്തണമെങ്കിൽ കൂടെ ഏകദേശം 50 മില്യൺ വർഷങ്ങൾ ഇനിയും കടന്നു പോകേണ്ടതായിട്ടുണ്ട്. എന്നാൽ നമ്മുടെ സൂര്യൻ്റെ ബാക്കിയുള്ള ആയുസ് അത്രയും ഇല്ലാത്തതിനാൽ തന്നെ നമ്മൾ ആ കാലഘട്ടത്തിലേക്ക് ഒരിക്കലും എത്തിച്ചേരുകയുമില്ല. പിന്നീട് കോടിക്കണക്കിന് വർഷങ്ങൾ കഴിയുമ്പോൾ സൂര്യൻ തൻ്റെ റെഡ് ജയന്റ് ഫേസിലേക്ക് മാറുന്ന ഒരു കാലഘട്ടം. ഒരുപക്ഷെ എല്ലാ ഓർബിറ്റൽ സ്റ്റെബിലിറ്റിയും നഷ്ടപ്പെടുന്ന ആ ഒരു കാലത്ത് ചന്ദ്രൻ ഒരുപക്ഷെ ഡ്രിഫ്റ്റ് ചെയ്ത് പോവുകയും ചെയ്യാം. പക്ഷെ അതൊന്നും കാണുവാനായി മനുഷ്യകുലം അന്ന് ഭൂമിയിൽ ബാക്കി കാണുകയുമില്ല. ഇന്ന് നാം ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്ന ഈ കാലഘട്ടം വരെ 1969 അപ്പോളോ മിഷന്റെ ഭാഗമായി നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ എത്തിയത് മുതൽ ഇന്ന് ഈ ദിനം വരെ 12 മനുഷ്യർ ചന്ദ്രനിൽ അവരുടെ പാദമുദ്ര പതിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളോട് എല്ലാവരോടും ഒരു റിക്വസ്റ്റ് ചെയ്യാണ്. നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുവാനായി സാധിക്കുകയുള്ളൂ. ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണമെന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം.